മാത്രമല്ല നിങ്ങൾ ഏത് ഇൻ്റർലോക്ക് അല്ലെങ്കിലും സാധാ വീടുണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എൻ്റെ വീട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് അനുകരിക്കാം. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും ഇന്ന് എല്ലാവരും വെക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് തന്നെയാണ്. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ കൂട് നമ്മളിപ്പോൾ പുറത്ത് വെക്കാറുണ്ട്. ഗ്യാസ് എല്ലാവരും പുറത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഒരു GP പൈപ്പ് കൂടുണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും നമ്മൾ അത് കാണാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം, നിങ്ങളെല്ലാവരും കണ്ട കാര്യങ്ങൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഷെയർ ചെയ്യാൻ കാരണം, ഈ കൂട് വെൽഡിങ് ഒന്നും അറിയാതെ ഞാൻ സ്വയം പഠിച്ച് വെൽഡിംഗ് ഒക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ ഒരു സംഭവം നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്വന്തം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾ ഷെയർ ചെയ്യാണ്. എൻ്റെ വീട് ഒരു മണ്ണിൻ്റെ ഇൻ്റർലോക്ക് വീടാണ്, ഒരു ലോ ബഡ്ജറ്റ് വീടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ ചാനലുണ്ട്, കാണാം. പിന്നെ താല്പര്യമായി കാണാം. അപ്പോൾ എൻ്റെ വീട്ടിൽ 2 കിച്ചൺ ഉണ്ട്. ഒന്ന് ഒരു വർക്ക് ഏരിയയും ഒരു ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ 2 കിച്ചണിലും നമ്മൾ ഗ്യാസിൻ്റെ സ്റ്റവ് വെക്കുന്നുണ്ട്. അപ്പോൾ 2 സിലിണ്ടർ നമുക്ക് ഉള്ളിൽ വെക്കാറുള്ള ബുദ്ധിമുട്ടാണ്. മാത്രമല്ല സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്യാസിൻ്റെ ലൈൻ 2 പിന്നെ ഓപ്പൺ കിച്ചണിക്കും അതുപോലെ വർക്ക് ഏരിയയ്ക്ക് നമ്മൾ ഗ്യാസിൻ്റെ ലൈന് മുന്നേ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈൻ വലിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാം. അത് കോപ്പറിൻ്റെ ട്യൂബ് ഉപയോഗിച്ച് പിന്നെ വലിച്ചതാണ്. 2 പിന്നെ വർക്ക് ഏരിയയിലും അതുപോലെ കിച്ചണിലും നമ്മൾ എക്സ്ട്രാ വാൽവ് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം നമ്മൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചണ്. അതുപോലെ ഇതാണ് ഈ ഗ്രില്ല് കാണുന്ന നമ്മളെ വർക്ക് ഏരിയ. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ ഈ ഒരു ലെങ്ത്ത് വളരെ കുറച്ച് ലെങ്ത്ത്, കാരണം ഇതൊരു വളരെ ചിലവ് കൂടിയ ഈ ഗ്യാസിൻ്റെ പൈപ്പ് വലിക്കാനാൽ വളരെ ചിലവ് കൂടിയ പരിപാടിയാണ്. ഒരു അടിക്ക് 450 രൂപയൊക്കെ ഉണ്ട് നല്ല കോപ്പർ വയർ വെക്കുകയാണെങ്കിൽ. നല്ല ക്വാളിറ്റിയുള്ള വെക്കണം, കാരണം അത് ഗ്യാസ് പോകുന്ന പൈപ്പാണ്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം 16 അടിയോളം അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6500 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഉള്ളിലെ വാൽവ് മാത്രമല്ല, നമ്മൾ പുറത്തൊരു വാൽവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വാൽവ്, ഇവിടെയും വാൽവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ കൂട് കേട്ടോ. അപ്പോൾ ഇനി ഈ വാൽവിലേക്കാണ് നമ്മൾ ഗ്യാസിൻ്റെ പിന്നെ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് സിലിണ്ടർ വെക്കാനുള്ള കൂടെ പൊതുവെ അല്ലാതെ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിനുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചിലവ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പൊതുവെ നമ്മൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാറില്ല. വെറുതെ ഒരു കൂടുണ്ടാക്കി നമ്മൾ ചുമരുമ്പോൾ ഫിറ്റാക്കുമ്പോൾ സാധനം ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ ചെയ്തതല്ല. നമ്മളിവിടെ താഴെ ഒരു പടവ് പോലെ ഒരു തറപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ നമ്മളുണ്ടാക്കി തന്നെയാണ് തേച്ച് അതിമൊരു ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ലെങ്ത്ത് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്ത്ത് ഉണ്ട്, ഒരു 45 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. അപ്പോൾ ഇത് 2 സിലിണ്ടർ വെക്കാനുണ്ടാക്കിയാണ്. ഇതിന് ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും വെക്കുന്നതന്നെ, എന്നാലും കാണിച്ചു തരാന്നുള്ളൂ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം, നമ്മൾ ഗ്യാസ് സിലിണ്ടർ അവിടെ വെക്കാം. പിന്നെ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറും നമ്മൾ ഫില്ലാക്കിയ ഗ്യാസ് സിലിണ്ടറും 2 സിലിണ്ടർ വെക്കാനുള്ളതാണ്. നമുക്കതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഗ്യാസ് എടുക്കാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം എല്ലാവരും ഉണ്ടാക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ 2 സിലിണ്ടർ വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ പുറത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിൽ ഒരു കൂടുണ്ടാക്കിയിട്ട് ചുമരും വെച്ചാൽ മതി ശരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ കാരണം, ഇത് നമ്മൾ വീടിൻ്റെ ഒരു ഭാഗം കാഴ്ച വരുന്ന ഭാഗമാണ്. ഇത് റോഡ് സൈഡും റോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് കാഴ്ച വരുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ആ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു കൂടിന് വയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് നമ്മളൊരു ഭംഗിയാക്കി വെക്കാൻ ഇതൊരു സ്റ്റൈലാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തറയൊക്കെ ഉണ്ടാക്കിയുള്ളത്. ഇനി ഭംഗിയാക്കൽ എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തറ ടൈലിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിൻ്റെ മുകളിലും നമ്മൾ വലിയ ഷീറ്റ് 2.4 ഷീറ്റ്, അതിപ്പോൾ 2.4 അല്ല, അത് 2.2 ഷീറ്റ് ടൈലാണ് നമ്മളിങ്ങനെ കറക്റ്റ് ഇതിൻ്റെ അതേ രീതിയിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ 60 സെൻറ്റിമീറ്ററാണ് മൊത്തം ഉള്ളത്. ഇത് കുറച്ച് ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മഴ വന്നിട്ടുണ്ടെങ്കിൽ മഴ കൊള്ളാതിരിക്കാനും കൂടിയാണ് ഇത് ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ടുള്ളത്. നമ്മൾ 2 ഇങ്ങനത്തെ ടൈൽ, ഇപ്പോൾ ഈ ടൈലിൽ വെക്കുന്നത് നമുക്ക് 2.4 വലിയ ഫുൾ ഷീറ്റ് ടൈൽ വയ്ക്കും. നമ്മൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഈ രൂപത്തിലാണ് വരിക. അപ്പോൾ അത് ഒരു കറക്റ്റ് വരും. നമ്മളിവിടെ നല്ലപോലെ ഒന്ന് കവർ ചെയ്യും. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ചെടിച്ചട്ടിയൊക്കെ വെക്കും, ചട്ടിക്ക് വെച്ചിട്ട് ഭംഗിയാക്കും. അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്.
അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഈ ഭാഗത്ത് നമുക്ക് വേറെ ഒന്നിനും വാഷ് ബേസിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതോടാണ് ആ ഭാഗത്തേക്ക് ഉണ്ടാക്കാഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇനി ഇത് ഗ്യാസൊക്കെ വെക്കുന്ന ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാമെങ്കിൽ ഗ്യാസ് വെക്കുമ്പോൾ എങ്ങനെയത് നമ്മളിതിൽ വെക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഒരു ചിലവ് കൂടി പറയാം കേട്ടോ. ചിലവ് പറഞ്ഞാൽ ഇത് 1 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ്, 18 ഗേജ് സ്ക്വയർ പൈപ്പാണ്. ഒരു 4 ലെങ്ത്ത് പൈപ്പ്, 3.5 ലെങ്ത്ത് പൈപ്പ് വന്നിട്ടുണ്ടാകും. ഏകദേശം ഒരു 1500 രൂപ വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ നമ്മളിത് ഞാൻ സ്വയം ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് അതിൻ്റെ പണിക്കൂലി വന്നിട്ടില്ല. ഒരു 1500 രൂപയ്ക്ക് ഒരു 3 ലെങ്ത്ത് പൈപ്പ് നമുക്ക് കിട്ടും. നിങ്ങൾ പുറത്തൊരാൾ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ പണി വരും. 1500 പ്ലസ് ഒരു 2000, ഒരു 3500, 4000 കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് പണിക്കൂലി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ഗ്യാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം. നമ്മൾ ലോക്കൊക്കെ ചെയ്യാട്ടത്. ലോക്ക് 2 ഡോറിന് ലോക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ അടച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പിന്നെ ഇവിടെ കൂട്ടൊക്കെ വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്ത് പോകാം. ഇതിപ്പോൾ സേഫ്റ്റി, എല്ലാവരും ഇത് സേഫ്റ്റിക്കാണ് പുറത്ത് വയ്ക്കുന്നത്. നമുക്കും ഒരു സേഫ്റ്റി പ്രശ്നം മാത്രമല്ല, സേഫ്റ്റി ഇപ്പോൾ നമ്മൾ അകത്ത് ഇത്രയും കാലം അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പഴയ വീടിൽ അകത്തന്നെ വെച്ചിട്ടുള്ളത്. ഇത് പുറത്ത് വയ്ക്കാൻ കാരണം അകത്ത് സിലിണ്ടർ വയ്ക്കുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് വെച്ചത്. പിന്നെ 2 ഭാഗത്തും സ്റ്റവ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് 2 പിന്നെ സ്റ്റവിക്കും കണക്ഷൻ കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ 2 നമ്മളിത് പിന്നെ ഗ്യാസ് പുറത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, 2 ഗ്യാസിൻ്റെ സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു സിലിണ്ടർ ഉപയോഗിച്ച് തന്നെ നമുക്ക് 2 സ്റ്റവ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തുകൊണ്ട് വെച്ചത്. ഇനി നമ്മളിതിൽ ഗ്യാസിൻ്റെ കുറ്റി വയ്ക്കുമ്പോൾ അതെങ്ങനെയാണ്, ഗ്യാസിൻ്റെ സിലിണ്ടർ വയ്ക്കുമ്പോൾ അതെങ്ങനെയാണ് വയ്ക്കാമെന്ന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാവരും കാണുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ സ്വയം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനൊരു താല്പര്യം, അതുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഗ്യാസ് വയ്ക്കുമ്പോൾ നമ്മൾ 2 സിലിണ്ടർ വയ്ക്കാം. നമ്മളിപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വേണം ഒരു സിലിണ്ടർ കൊടുത്തിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ ഒരു സിലിണ്ടർ നമ്മളെന്ത് ചെയ്യും, നമ്മൾ തുറന്നിട്ട് നമ്മൾ ഇവിടെ വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ശരിക്കൊരു ഇരിക്കാനുള്ള ഇരിപ്പൊക്കെ വേണമെങ്കിൽ വെൽഡ് ചെയ്തുണ്ടാക്കാം. അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അടിഭാഗത്ത് പിന്നെ നമ്മളിത് അടിഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഡോറിൻ്റെ ഗ്യാപ്പ്, കാരണം ഇതിൻ്റെ വെയിറ്റ് വരുമ്പോൾ ഇത് നമുക്കിത് പിന്നെ ഈ ഡോറ് തൂങ്ങിപ്പോവുക, അല്ലെങ്കിൽ നിലത്ത് തട്ടുക, അങ്ങനെ അല്ലെങ്കിൽ അവിടെ തട്ടിയിട്ട് അടിയായിരിക്കുക, ഇതിലൊക്കെ പ്രശ്നം വരുമ്പോൾ ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം, നല്ല ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കിത് ഇങ്ങനെ അടയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ അവിടെ ഒരു ഗ്യാസ് വയ്ക്കാം, ഇവിടെയും ഒരു ഗ്യാസ് സിലിണ്ടർ വയ്ക്കാം, ഒരു പ്രശ്നമില്ല. നമ്മളിത് ഇവിടെ തട്ടേ മുട്ടും ചെയ്യാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ അളവൊക്കെ ഒന്ന് ശരിക്കും എടുക്കണം. അതൊന്നും ഒക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും തട്ടാതെ തന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉള്ളിലേക്ക് വെക്കാൻ പറ്റും. വളരെ സുഖമാണ് എടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് എടുക്കാം, വയ്ക്കുകയാണെങ്കിൽ പിന്നെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അകത്തേക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ 2 സിലിണ്ടർ ഇതുപോലെ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലായിടത്തും വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം, ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ വെൽഡിംഗ് ഒന്നും പഠിക്കാതെ നമ്മൾ വീട് പണിയുമായി ബന്ധപ്പെട്ട് മാത്രം വെൽഡിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആകുമ്പോൾ നമ്മൾ തന്നെ വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടി വന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ഉണ്ടാക്കിയത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക, ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ വീട് ഒരു ലോ ബഡ്ജറ്റ് വീട് പറഞ്ഞു, ഒരു മണ്ണിൻ്റെ ഇൻ്റർലോക്ക് വീടാണ്. നിങ്ങൾ ചുമര കണ്ടാൽ അറിയാം, മണ്ണിൻ്റെ ഇൻ്റർലോക്ക് വീടാണ്. അത് ഫിനിഷിംഗ് ആക്കി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഇൻ്റർലോക്ക് വീടിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് പോയി കാണുക. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഏത് ഇൻ്റർലോക്ക് അല്ലെങ്കിലും സാധാ വീടുണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എൻ്റെ വീട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് അനുകരിക്കാം. അപ്പോൾ ഇത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.